നയിനിലെ വിധവയെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. വിധവ, യൗവനത്തിലെ ഭർത്താവ് പോയി. ആകെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷയാണ് ഒരു മകൻ. അവനെ ഇപ്പം മഞ്ചത്തിൽ കൊണ്ടുപോകുന്നു. ഭയങ്കര വിലാപയാത്രയാണ്. ആ വിലാപയാത്രയിൽ നമ്മൾ ഒരു കാര്യം അതിനകത്തോട് പറയുന്നു. നൈനെന്ന് ഒരൊറ്റ പ്രാവശ്യം ഈ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളൂ, കർത്താവ് അവളെ കണ്ടു. അടുത്ത പദം പറയാണ്, അവൻ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു, അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് അത്രയും വലിയ പുരുഷാരം ഉള്ളപ്പോൾ അവര് പറയും, ഇപ്പൊ ഇവള് കരയില്ല, പിന്നെ എപ്പോ കരയാന്? ഭർത്താവ് പോയി, പിന്നെ ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷ മകനും പോയി, ഇപ്പോഴല്ലേ കരയേണ്ടത്? ഇതെന്തോ പറിച്ചില്ല. ഈ ഉമ്മൻചാണ്ടിയുടെയൊക്കെ വിലാപയാത്ര നിങ്ങൾ കണ്ടതല്ലേ? ആളുകൾ പറയുന്നതൊക്കെ കേട്ടതല്ലേ? അതുപോലെയാണോ നമ്മുടെ കർത്താവ് പറഞ്ഞു? നമ്മുടെ കർത്താവ് അവളോട് കരയണ്ടെന്ന് പറഞ്ഞെങ്കിൽ കരയണ്ട. ഇന്ന് പ്രാരംഭമായി ഇവിടെ വന്ന ഈ ദൈവജനത്തോട് എനിക്കൊരു ദൂത് പറയാനുണ്ട്. നിന്നെ കരയിപ്പിച്ച ചിലതുണ്ടല്ലോ, കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെ കരയിപ്പിച്ചത്, നീ പോലും അറിയാതെ നിന്നിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുപോയത്, നസ്രായൻ കടന്നു വന്നെങ്കിൽ അത് മടക്കിത്തരാൻ നമ്മളെ ഒക്കെ പഴയ പണ്ടത്തെ ആളുകൾ പറയും തലേ വര. ആരാ വരച്ചത്? അവൻ നിന്നെ അവന്റെ ഉള്ളം കൈയിലാണ് വരച്ചേക്കുന്നത്, തലയിലല്ല വരച്ചേക്കുന്നത്, ഉള്ളം കൈയിലാണ് വരച്ചിരിക്കുന്നത്. അവള് ചോദിക്കും, യൗവനത്തിലെ എൻ്റെ ഭർത്താവ് പോയില്ലേ, എൻ്റെ മുഴുവൻ പ്രതീക്ഷ ഈ കുഞ്ഞായിരുന്നില്ലേ, ഇപ്പൊ ദൈവനെയും കൊണ്ടുപോകുന്നു. അപ്പനെ കൊണ്ടുപോകുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ആ ഗേറ്റ് അതിൽ കടക്കുന്നതിന് മുമ്പ് യേശു കടന്നു. ആമേൻ, ഹല്ലേലൂയ. അവന്റെ പിതാവിനെ കൊണ്ടുപോകും. പിതാവിനെ കൊണ്ടുപോകാൻ്റെ ഐഡിയ എന്നാ? അതേ വാതിക്കൽ കൂടെ മകനെ കൊണ്ടുപോകണം. നടക്കത്തില്ല. കാരണം കേറി വന്നത് നസ്രായന. നസ്രായന്റെ ഒരു പ്രത്യേകത എന്താന്ന് നിനക്കറിയാവോ? അവൻ എവിടൊക്കെ ചെന്നിട്ടുണ്ടോ അവൻ ചരിത്രം തിരുത്തുന്നവന്. അവൻ ഭൂമിയിലോട്ട് ജനിച്ചു വീണപ്പോ ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായിട്ട് തിരിച്ചു. അവൻ കഫർനഹൂമിലെ ദൈവാലയത്തിൽ ചെന്നപ്പോ അതിന്റെ ചരിത്രം മാറ്റി. ആമേൻ. എവിടൊക്കെ അവൻ കടന്നു ചെന്ന് കാല് ചവിട്ടിയിട്ടുണ്ടോ അതിന്റെ ചരിത്രം മാറ്റുന്നവനാണ് നസ്രായൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ഭയങ്കര ഇഷ്ടം എന്നാന്നറിയോ? ഇവൻ ചെന്ന് മഞ്ചത്തെ തൊട്ടു. ഇത്രേ പുരുഷാരം ഉണ്ടായിട്ട് ആരും എന്താ അവനെ സ്റ്റോപ്പ് ചെയ്യാൻ? എന്താ? അവന്റെ വിരൽ കൊണ്ട് ആ മഞ്ചത്തെ തൊട്ടു. അവന്റെ വിരലിന്റെ അറ്റം മതിയെന്നേ. നിന്റെ വിധി തിരുത്തി എഴുതാൻ അവന്റെ വിരലിന്റെ അറ്റം മതി. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചുമക്കുന്നവര് നിന്നെന്ന്. കഴിഞ്ഞ കാലങ്ങളിൽ ചില അസൈൻമെന്റ് ഉണ്ടായിരുന്നു, കൊണ്ടുപോകാൻ, രോഗിയാക്കാൻ, കീമോ ചെയ്യാൻ, പിന്നെ എന്താ പറയുക, റേഡിയേഷൻ ചെയ്യാൻ, ഇങ്ങനെ ഒത്തിരി അജണ്ട ഉണ്ട് അവർക്ക്. അതിനായി ഇവർ ചുമക്കാൻ നിൽക്കുന്നേ. ഇതൊരു അസൈൻമെന്റാ. പക്ഷെ ചുമക്കുന്നവരാദ്യം നിന്നു. ഇന്ന് അസൈൻമെന്റ് ക്യാൻസൽ ചെയ്യുക. ആ അസൈൻമെന്റ് ഇന്ന് ക്യാൻസൽ ആവുക. ഇനി ചുമക്കണ്ട കേട്ടോ, ഇനി ചരിത്രം ആവർത്തിക്കണ്ട. അവിടെ നിന്ന് ഹല്ലേലൂയ. അവൻ ചുമക്കുന്നവരാദ്യം നിന്നു. അവർക്ക് പഴയ ചരിത്രമുണ്ട്. അപ്പനെ കൊണ്ടുപോയ ചരിത്രമേ. അപ്പനെ കൊണ്ടുപോയ ചരിത്രത്തിലൂടെ മകനെ കൊണ്ടുപോകാനല്ല, അമ്മയെ കൊണ്ടുപോയതിലൂടെ മകളെ കൊണ്ടുപോകാനല്ല കേട്ടോ. അത് ആവർത്തിക്കാനല്ല, അതിവിടെ നിൽക്കുക. ഫുൾ സ്റ്റോപ്പാണ് അവൻ ഇടുന്നത്. ചുമക്കുന്നവര് നിന്നു. അടുത്തത്, മരിച്ചു പോയി എന്ന് വിധി എഴുതിയവനോട്. അങ്ങനെയല്ലേ എല്ലാരും പറഞ്ഞു? മരിച്ചു പോയി. അവൻ തന്നെ അമ്മയ്ക്ക് ഏകജാതനായിരുന്നു. ഇന്ന് വേറെ ഒന്നില്ല കണ്ണിൽ നോക്കാൻ. എൻ്റെ വലിയ മോനെ കൊണ്ടുപോയി. എല്ലാവരും പറയാം അനുശോചനം. ഞാൻ ചില കാര്യങ്ങളിലൊക്കെ പെന്തക്കോസിനോട് യോജിക്കാത്ത ചിലതുണ്ട്. ഇനി അത് പറഞ്ഞ് എന്നെ തല്ലാൻ വരണ്ട. അനുശോചനം എന്തിനാ അനുശോചനം? എൻ്റെ കുഞ്ഞവൻ്റെ അപ്പൻ്റെ അടുത്തോട്ടാ പോയി. ജാതികൾ പറയട്ടെ അനുശോചനം. നീ ഞാനും എന്തിനാ അനുശോചനം പറയുന്നത്?
നമ്മുടെ മക്കളെ ദൈവകൃപയിൽ വളർത്തി അവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചവർ അവരെങ്ങോട്ടാ പോകുന്നത്? അതിനനുസരിക്കണം. ഹല്ലേലൂയ. കള്ളും കുടിച്ച് വഴിയാ നടന്ന് വണ്ടി ഇടിച്ച് അല്ലല്ലോ. ആണോ? അല്ല, എൻ്റെ മക്കളും കൊച്ചുമക്കളും എല്ലാവരും സ്നാനപ്പെട്ടു, എല്ലാവരും സ്നാനപ്പെട്ടു. ആമേൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇവിടെ അനുശോചനം പറയാനൊക്കത്തില്ലെന്ന്. വേണേ എന്നെ ഒന്ന് അനുമോദിച്ചോളാൻ പറഞ്ഞു. ബൗഷറിയ മാസ്റ്റർ എന്നോട് ചോദിച്ചു, എൻ്റെ അന്നാൻറ്റിക്ക് ഇങ്ങനെ പറയാൻ എങ്ങനെ ധൈര്യം വന്നെന്ന്. ഞാൻ പറഞ്ഞു, ഒരു ദൈവശക്തി. ഞാൻ ഒറ്റക്കാര്യം ദൈവത്തോട് പറഞ്ഞുള്ളൂ, എൻ്റെ മോൻ മരിച്ചു കഴിഞ്ഞപ്പോൾ. ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ ചോദിച്ചിട്ട് നീ തന്നില്ല, അത് നിൻ്റെ ഇഷ്ടം. കാരണം മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പേ കർത്താവിൻ്റെ ദാസി ഫെബി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ആൻറ്റി എനിക്കിത് പറയാനും പറ്റത്തില്ല, പറയാതിരിക്കാനും പറ്റത്തില്ല. മിനിച്ച എൻ്റെ മുറുകെ ഒരുങ്ങിക്കഴിഞ്ഞു. ആൻറ്റി കരയുന്നതുകൊണ്ട് അധികം എടുക്കാത്ത. ആ സ്നേഹം നോക്കി, ആൻറ്റി കരയുന്നതുകൊണ്ട് അമ്മോനെ എടുക്കാത്തെന്ന്. അവൻ്റെ മുറിയെല്ലാം റെഡിയായെന്ന്. അതെന്തൊരു സ്നേഹമാണ്! എന്നോടുള്ള സ്നേഹം ഒന്നും ആലോചിച്ച് നോക്കി. ഞാൻ കരയുന്നതുകൊണ്ട് എൻ്റെ മോനെ എടുക്കാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു, അപ്പാ ഒരു ചാൻസ് കൂടെ കൊടുക്കപ്പാ. പിന്നെ ഞാൻ പറഞ്ഞു, വേണ്ട, നിൻ്റെ ഇഷ്ടം, അത് നിൻ്റെ ഇഷ്ടം, എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ. ഈ കൈ കൊണ്ട് അവൻ്റെ കണ്ണ് തിരുമ്മി അടച്ച് മരിച്ചു കിടന്നപ്പോൾ എന്തൊരു ശോഭയായിരുന്നെന്നറിയാം. അപ്പം ഞാനൊരു 2 കാര്യം പറഞ്ഞു. നീ ചോദിച്ചപ്പോൾ ഞാൻ തന്നല്ലോ, എനിക്ക് 2 കാര്യം വേണം. ഒന്ന്, ആ ഹാളിനകത്ത് നിൻ്റെ പ്രസൻസ്. കണ്ടത്തിക്കാർ വരും എന്നെ ചോദ്യം ചെയ്യാൻ, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ വരും. അവരൊക്കെ അനുഭവിക്കുന്ന ഒരു ദൈവസാന്നിധ്യമാണ്. 2, ഞാൻ കരയാൻ പറ്റത്തില്ല, ഞാൻ കരയാനൊക്കത്തില്ല അവിടെ. അപ്പോൾ എന്നോട് അവിടെ കർത്താവിൻ്റെ ദാസൻ ചോദിച്ചു, അന്നാൻ്റെ 2 വാക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ധൈര്യമില്ല മോനെ പറയാൻ എന്ന് പറഞ്ഞു. പക്ഷേ ജോസ് ജോർജ് ഒരു പാട്ടുപാടി, നീ മാത്രം മതി. ദൈവമക്കളെ, എൻ്റെ മേൽ ഇറങ്ങി വന്ന ഒരു ദൈവശക്തി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യർക്ക് താങ്ങാൻ വയ്യാത്ത. പെട്ടെന്ന് ഞാൻ മൈക്ക് മേടിച്ചുകൊണ്ട് അവിടോട്ട് ചെന്ന് നിന്ന് ഞാൻ സംസാരിക്കാൻ തുടങ്ങി. ചിരിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. ഒരു മകൻ മരിച്ചു കിടക്കുമ്പോൾ ഒരമ്മ ചിരിച്ചുകൊണ്ട് അങ്ങനെ സംസാരിക്കും. ദൈവത്തിൻ്റെ അത്യന്ത ശക്തി എൻ്റെ മേൽ വന്നപ്പോൾ ഞാൻ ആള് മാറിയതുപോലെ ആയിപ്പോയി. ഇന്ന് ഞാൻ ഈ ആദ്യമായിട്ടാണ് അസുഖം വന്നിട്ട് ഇറങ്ങിയത്. അത് നിങ്ങളോട് പറയാമല്ലോ, ആദ്യമായിട്ട്, അതും തിരുവല്ല പട്ടണത്തിൽ ഈ മോനുമായിട്ട് വരാൻ ദൈവം ഭാഗ്യം തന്നു. മോൻ ക്ലാസ്സിൽ നിന്ന് പറയാതെ ചാടി വന്നിരിക്കുകയാണ്, തിരിച്ചുകൊണ്ട് വേഗം വിടണം. അപ്പോൾ പക്ഷേ ഈ മനുഷ്യനോട് എൻ്റെ സ്നേഹം ഭയങ്കര. ഈ അനീഷ് കാവാല്, ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം ഭയങ്കര അടുപ്പം. അത് ഈ നാട്ടുകാരെന്തോ പറയുന്നത് അതെൻ്റെ വിഷയമല്ല. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് എന്ത് പറയുന്നത് അതാണ് എൻ്റെ വിഷയം. എനിക്ക് ഭയങ്കര അസൂയ ഈ മനുഷ്യനോട്. എന്നാന്നറിയും, എൻ്റെ ദൈവമേ, ബൈബിളൊക്കെ ബൈഹാർട്ടാണ്. ഈ ഫോട്ടോഗ്രാഫി മെമ്മറിയാണ്. നമ്മളെടുത്ത് വായിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഒരു അധ്യായം പറഞ്ഞു കഴിയും. എങ്ങനെ അസൂയപ്പെടാതിരിക്കും? ഇതൊക്കെ കാണാൻ നീ കാണേണ്ടത് ഇതൊക്കെയാണ്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, 2 മിനിറ്റ് ഇവിടെ വന്നിരുന്നാൽ മതി. എനിക്ക് നോ പറയാൻ പറ്റിയില്ല. അദ്ദേഹത്തോട് എനിക്ക് നോ പറയാൻ പറ്റാഞ്ഞത് കൊണ്ട് ഹസ്ബൻഡിനോട് പോലും പറയാതെ ഞാൻ അവിടുന്ന് ഈ വഴി ചാടി ഇപ്പുറത്തൂടെ വന്ന് ഇവിടെ വന്ന് കയറി. അറിഞ്ഞ വിടത്തില്ല. കാരണം ക്രൗഡിനകത്ത് പോകരുതേ, മാസ്ക് വെക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞ് ഭയങ്കര സ്ട്രിക്റ്റ്. അതുകൊണ്ട് ഞാൻ ഇപ്പുറത്തെ ഗസ്റ്റ് റൂമിലാണ് കിടക്കുന്ന. അവിടുന്ന് പതിയെ ഇറങ്ങി മുറ്റത്തിൻ്റെ സൈഡിൽ വന്നു. സതീഷ് വണ്ടി തുറന്നു വന്ന് കയറി പതിയെ വണ്ടി വിട്ട് ഞാനിങ്ങി പോയി. ഒന്നും പറഞ്ഞിട്ടില്ല. അത് ഭാഗ്യത്തിന് സുവിശേഷം കേൾക്കത്തില്ല, അതുകൊണ്ട് കാണുമെന്നും പേടിക്കണ്ട. അങ്ങനെ നോക്കിയൊക്കെ പറഞ്ഞ് കരയണ്ട. എന്നിട്ട് അടുത്തത് പറയണം, ബാല്യക്കാര എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു. കണ്ടോ? ബാല്യക്കാര മരിച്ചു പോയെന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതി, ലോകം വിധി എഴുതി. ബാല്യക്കാര എഴുന്നേൽക്ക എന്ന് ഞാൻ. അതാണ് ആരായി പറയുന്നത്? അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ, സർവഭൂമിയുടെ നാഥനായവൻ. അവൻ പറയാണ്, come on, get up. ആമേൻ. എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അടുത്ത വാക്യം നിങ്ങൾ നോക്കണം, മരിച്ചവൻ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. മരിച്ചവൻ എഴുന്നേറ്റിരുന്നു, സംസാരിക്കാൻ തുടങ്ങിയെന്ന്. ഹല്ലേലൂയ. ഇത് കർത്താവിന് ജനത്തെ അറിയാം. കാര്യം പരീശന്മാരും ശാസ്ത്രിമാരും പുറകെ നടന്ന് കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക.
അപ്പം ബാല്യക്കാരൻ എഴുന്നേറ്റിരുന്ന് അവർ പറയും എങ്ങനെയാണോ പൊങ്ങിയത്, എങ്ങനെയാ വല്ല ഈ എന്താ പറയുന്നത്, ഈ പിന്നെ ഭൂമിയുടെ ഗുരുത്വാകർഷണം വിട്ടുപോയതുകൊണ്ട് അവൻ പൊങ്ങിയതായിരിക്കും എന്നൊക്കെ വേണേൽ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയും. കർത്താവ് പറഞ്ഞു വേണ്ട, ഒരു സംശയം വേണ്ട, എഴുന്നേറ്റ് സംസാരിക്കട്ടെ. അവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി.